ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. മിഠായി വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുക, സേഫായിരിക്കുക. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു അപ്പം ഉണ്ടാക്കണതാണ് കേട്ടോ. ഇത്ര ആട്ടിയിട്ട് പുളിച്ച മാവ് നമ്മുടെ കയ്യിൽ വേണം. ഇത്ര മതി. ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാരുള്ള അവർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഇത്ര മാവ് നമ്മുടെ കയ്യിൽ പുളിച്ച മാവ് വേണം. അരച്ച് വെച്ച മാവ് ഒരു ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതായാലും മതി. ഞാൻ അങ്ങനെ എടുത്തതാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് വറുത്തരിപ്പൊടി ഒരു 2 ഗ്ലാസ്. പിന്നെ ആവശ്യമുള്ളത് 1 സ്പൂണ് ഈസ്റ്റ്, 1 സ്പൂണ് അപ്പസോഡ. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. പകുതി മാവ് രണ്ടിലും പകുതിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടു. അതിലിതാ ഈസ്റ്റും അപ്പസോഡയും കൂടിയിട്ട് ഇട്ടു. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ആ 2 പൊടിയും കൂടിയിട്ട്, ആ പൊടിയും മാവും കൂടിയിട്ട് അതും ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടിത് ഒരു മണിക്കൂർ നമ്മൾ പൊങ്ങാൻ വയ്ക്കണം. നമുക്ക് നേരെ വെളുക്ക് തന്നെ ഇട്ട് ഉണ്ടാക്കാവുന്നതല്ലോ. പക്ഷെ 1 മണിക്കൂർ മുന്നേ നമ്മളിത് അടിച്ച് വെക്കണം. നല്ല ഫൈനായി അടിച്ചിട്ട് പൊങ്ങാൻ വയ്ക്കുക. സൂപ്പർ അപ്പാണ് കേട്ടോ. ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മൾ ഒരു വട്ടം മാവ് അരച്ചെടുത്തു കേട്ടോ. ഒരു ട്രിപ്പ് അരച്ച് എടുത്തു. പക്ഷെ ഒരു സാധനം പറയാൻ മറന്നു. 1 സ്പൂണ് പഞ്ചസാര വേണം. കണ്ടോ, ഇത്ര പഞ്ചസാര വേണം. ഉപ്പും, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. 2 ട്രിപ്പായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. എന്നിട്ട് 1 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഇതിൽ 1 സ്പൂണ് പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ്, ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റ്, ഒരു സ്വല്പം അപ്പസോഡ, വറുത്തരിപ്പൊടി, അരച്ചിട്ട് പുളിച്ച മാവ്. ഇത് എല്ലാം കൂടിയിട്ട് നന്നായി അരയ്ക്കുക. 1 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കുക. അപ്പോൾ മാവ് പൊങ്ങാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിന് നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. രണ്ട് കയ്യിൽ ഒഴിച്ചെടുത്തു. മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചതിൻ്റെ ശേഷം തീയിനെ ഒന്ന് ചെറുതായി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കേട്ടോ, നന്നായി പൊന്തി ആരൊക്കെ പൊന്തി വരുന്നുണ്ടോ. നല്ല സൂപ്പർ അപ്പാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് തിരിച്ചിട്ടിട്ട് മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. നല്ല ഫൈനായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം സൂപ്പറായിട്ട് ഇളകി വരുന്നുണ്ടോ. മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മൂടി വെക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാതും ചുട്ടെടുക്കുക. കണ്ട, നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി എടുത്തതാണ്. കണ്ട, അപ്പം ടേസ്റ്റ് വെക്കണത് റഫീഖാണ് കേട്ടോ. കറി കളയല്ലേ റഫീഖേ. കണ്ട, നല്ല സോഫ്റ്റ് അപ്പാണ്.
ഇതിൽ നമ്മുടെ ടേസ്റ്റി കുറുമക്കറി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പത്തിന്റെ അഭിപ്രായം പറയൂ. പൊളിയാണ്, സത്യമായിട്ടും പൊളി തന്നെയാണ്. ഇത് മറ്റേ നാട്ടിൽ നന്നായിട്ടല്ലോ എന്നാ അടുപ്പത്ത് വെച്ചുണ്ടാക്കണാട്ടി. ഇത് വേറൊരപ്പ കണ്ട, ഇതാണ് കേട്ടാ അപ്പം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ, ബായ്.